എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഴുക്കട്ട അട, അതുപോലെ ഒരു റോളാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി പാത്രം അടുപ്പിൽ വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് പൂർണ്ണമായും വെള്ളത്തിൽ അലിയണം. അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. നൈസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി എടുക്കണ്ട, നൈസ് അരിപ്പൊടി ചേർത്താൽ മതി. ഇനി അത് ചേർത്ത് നല്ലതുപോലെ തീ സിമ്മിലിടണം. തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉറച്ച് കട്ടയാവും. തീ സിമ്മിലിട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊരു 2 മിനിറ്റ് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് മാവ് പിന്നീട് ഒരു ബൗളിലേക്ക് മാറ്റുക. അല്പം ആറിക്കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാം. കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നമുക്കത് പൊട്ടാതെ പരത്താൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി മാവോടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി 2 ശർക്കര ഉരുക്കി തയ്യാറാക്കി വയ്ക്കുക. 1/4 ഗ്ലാസ് വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ. ഒരു അരമുറി നാളികേരം ചുരണ്ടിയത് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് 1 ഗ്ലാസ് അവൽ, മട്ട അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവൽ അതിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുക. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചുകൊണ്ട് അരിച്ചെടുക്കാം. കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടുന്നതിനാണ് അരിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം പാടില്ല. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി അരിമാവ് അവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുള്ളത് നമുക്കിത് പരത്തിയെടുക്കാം. പൊട്ടാതെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഒരുപാട് പൊടി അതിൽ ആഡ് ചെയ്യരുത്. പൊടി കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് പരത്തി വയ്ക്കുക. എന്നിട്ട് പതുക്കെ പൊട്ടാതെ ഇതുപോലെ റോളാക്കി എടുക്കാം. വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് വേണം നമുക്ക് ഇത് റോൾ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ചെറുതായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. എന്നാലും ഞാനത് എടുത്തു. ഇനി അടുത്തത് ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഇനി ഇതുപോലെ പരത്തിയ കൂട്ടിൻ്റെ മുകളിലേക്ക് വേറൊരെണ്ണം വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. സൈഡൊക്കെ ഒട്ടിച്ചെടുക്കുക. ഇതും ഇതുപോലെ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു ഇഡലി പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് രണ്ടും വെച്ച് വേവിക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആവി പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞ് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചെടുക്കാം. നല്ല മണമാണ് ഏലക്കയൊക്കെ ചേർത്തത് കൊണ്ട്. ഇങ്ങനെ ഓരോ റോളുകളായിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. കൊഴുക്കട്ടയുടെ അതേ ടേസ്റ്റായാലും വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. 2 രീതിയിലും തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഒരു കൊഴുക്കട്ട മാത്രം അല്ലല്ലോ, പല രീതിയിലുള്ള പലഹാരങ്ങളും അവർ കഴിക്കട്ടെ. 4 മണിക്ക് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.